കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ശനിയാഴ്ച മുതൽ കേരള പ്രീമിയർ ലീഗിന്റെ കാൽപന്ത് പൂരം. ഫുട്ബോളിന് എന്നും നെഞ്ചേറ്റിയ കണ്ണൂരിന് ജവഹർ സ്റ്റേഡിയത്തിലെ പച്ചപ്പിൽ കുളിച്ച മൈതാനം നൽകുന്നത് പുത്തൻ പ്രതീക്ഷ. നവീകരിച്ച സ്റ്റേഡിയം മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നാടിന് സമർപ്പിച്ചു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന്റെ പ്രതാപകാലം വീണ്ടെടുക്കാൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ നേതൃത്വത്തിൽ നടത്തിയ ശ്രമമാണ് ഈ മനോഹരമായ പുൽ മൈതാനം. കണ്ണൂരിന്റെ ഫുട്ബോൾ പാരമ്പര്യം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യ ചുവടാണ് പിന്നിട്ടത്. മൈതാനത്തിന്റെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നിർവഹിച്ചു. മൈതാനം ഇതേപോലെ സംരക്ഷിച്ച് വൻ ടൂർണമെന്റുകൾ കൊണ്ടുവരാനുള്ള ഇടപെടലുകളാണ് ഇനി ഉണ്ടാകേണ്ടതെന്ന് മേയർ പറഞ്ഞു. ഒരു കാലത്ത് ഫുട്ബോളിന്റെ ഈറ്റില്ലമെന്നറിയപ്പെട്ട സ്ഥലമാണ് കണ്ണൂർ. പക്ഷേ കുറച്ചു കാലമായി നല്ല മൈതാനത്തിന്റെ അഭാവം കൊണ്ട് വേണം എന്ന് പറയാൻ നല്ല രൂപത്തിലുള്ള കളികൾ ഈ മൈതാനത്ത് നടന്നിട്ടില്ല. അന്താരാഷ്ട്ര മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടത്താൻ പാകത്തിൽ കണ്ണൂരിലെ ഫുട്ബോൾ പ്രേമികൾ, കായിക പ്രേമികൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതിനോട് ചേർന്ന് നിൽക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ തീരുമാനിച്ചു. പുതിയ തലമുറയിലെ കുട്ടികൾ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും പിറകെ അല്ല പോകേണ്ടത്. അവർക്കുണ്ടാകേണ്ട ലഹരി അത് കായിക ലഹരി ആയിരിക്കണം, ഫുട്ബോളിനുള്ള ലഹരി ആവട്ടെ. അങ്ങനെ നമുക്ക് നമ്മുടെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ കൈമോശം വരാതെ സംരക്ഷിക്കാം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നവീകരിച്ച സ്റ്റേഡിയത്തിൽ കാൽപന്തിന്റെ ആരവം ഉയർന്നപ്പോൾ ആദ്യ വിജയം നേടാനും മേയറുടെ ടീമിന് കഴിഞ്ഞു. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നയിച്ച മേയർ 11-നും കളക്ടർ അരുൺ കെ വിജയനും അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗും അണിനിരന്ന മാധ്യമപ്രവർത്തകരുടെ പ്രസ് ക്ലബ് 11-നും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം. കണ്ണൂർ വിഷൻ ക്യാമറമാൻ യദു കണ്ണപുരത്തിന്റെ വകയായിരുന്നു നവീകരിച്ച മൈതാനിയിലെ ആദ്യ ഗോൾ. 3-4 ഗോളുകൾക്കാണ് മേയറുടെ ടീം പ്രസ് ക്ലബ് ടീമിനെ പരാജയപ്പെടുത്തിയത്. കോർപ്പറേഷനു വേണ്ടി മിഥുൻ 2 ഗോളും പ്രിയേഷ്, രാജീവൻ എന്നിവർ ഓരോ ഗോളും നേടി. പ്രസ് ക്ലബിനു വേണ്ടി യദു കണ്ണപുരം 2-ഉം വിപിൻ ദാസ് 1 ഗോളും നേടി. ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ കെ ഷബീന അധ്യക്ഷത വഹിച്ചു. കളക്ടർ അരുൺ കെ വിജയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ഷമീമ, എം പി രാജേഷ്, അഡ്വക്കേറ്റ് പി ഇന്ദിര, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളയാവൂർ, മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ കെ വി ധനേഷ്, KFA ഭാരവാഹികളായ PV പവിത്രൻ, AK ഷെരീഫ്, റഫീഖ്, സെയ്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ശനിയാഴ്ച ആരംഭിക്കും. ജവഹർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4-നും 7 മണിക്കുമാണ് മത്സരങ്ങൾ നടക്കുക. കേരളത്തിലെ വമ്പൻ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിലെ ജേതാക്കളാണ് ഐ ലീഗിൽ മാറ്റുരക്കുക. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.